ഒറ്റവട്ടം യൂസ് ചെയ്തപ്പോൾ തന്നെ കണ്ണാടിയിൽ വന്ന മാറ്റം കണ്ടോ? ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ലില്ലി ചെടിയുടെ ഇലയും പൂവും ഒക്കെ തിന്നാനൊരു വില്ലൻ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ലില്ലിപ്പുഴു എന്ന് പറഞ്ഞിട്ട്. ആളെ ഞാൻ നേരിട്ട് കണ്ടു കേട്ടോ. ഒരെണ്ണം ഈ ചെടിയുടെ ഇലയിൽ തൂങ്ങിക്കിടക്കുമായിരുന്നു, ഒരെണ്ണം അല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടെണ്ണത്തിനെ നമ്മൾ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലില്ലിച്ചെടിയുടെ കാര്യത്തിൽ തീരുമാനമാകും. ഇന്ന് നമുക്ക് ഗാർഡൻ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീടിനകത്തുള്ളൊരു കാര്യം കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. എപ്പോഴും തന്നെ അഴുക്കാവുന്നൊരു കാര്യമാണ് നമ്മുടെ കണ്ണാടി. മിററൊക്കെ ഇങ്ങനെ പൊട്ടും അതും ഇതുമൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇരുമ്പപ്പുളി. ഇതെപ്പോഴും കയ്യിൽ കാണണമെന്നില്ല, പക്ഷെ ഉള്ള ടൈമിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ കരുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ണാടിയൊക്കെ നന്നായിട്ട് നല്ല ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു ഇരുമ്പപ്പുളി പറിച്ചിട്ടുണ്ട്. ഇത് പറിച്ചെടുത്തിട്ട് നമ്മളതൊന്ന് നടുവേ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നീരാണല്ലോ നമുക്ക് വേണ്ടത്. എന്നിട്ട് ആ നീരൊന്ന് ഞെക്കി ഞെക്കി അതിൻ്റെ നീര് ഡയറക്റ്റായിട്ട് നമ്മൾ ആ കണ്ണാടിയിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നീര് തീരുന്നതനുസരിച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ആ നീര് വെച്ചിട്ട് ആ കണ്ണാടിയിലെ പൊട്ടും പാടും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് തേച്ച് വിടാം. ഇത് ഇങ്ങനെ കുറേ നേരം തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പേപ്പർ നനച്ചിട്ട് അത് വെച്ചൊന്ന് അത് ക്ലീൻ ചെയ്ത് മാറ്റുവാണേ. അതിന് ശേഷം പിന്നെ നമ്മളൊരു തുണി വെച്ചൊന്ന് തുടച്ചത് കണ്ട് ഇത്രയും ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യുന്നതും. നമുക്കിപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഉണ്ടെന്നൊരു തോന്നലേ ഇല്ലല്ലോ. അതേപോലെ നല്ല ക്ലിയറായിട്ട് നമുക്ക് കണ്ണാടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഗാർഡനിൽ കുറച്ച് പരിപാടിയുണ്ട്, ചെറിയൊരു ക്ലീനിങ് പരിപാടിയുണ്ട്. നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് വൃത്തിയാക്കിയായിരുന്നു, അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അത് ഈ ഒരു ഭാഗത്ത് കണ്ടോ കുറേ പുല്ലും ഇതെല്ലാം പിടിച്ച് ചെറുതെന്നല്ല കുറച്ച് വൃത്തികേടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാം. പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴയും വെയിലും മാറി മാറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനനുസരിച്ച് നമ്മളും നമ്മുടെ പണിയൊന്ന് ഡിലേ ആകും. അങ്ങനെ പുല്ലെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാം. അവിടെ നമ്മൾ ഓൾറെഡി കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ബോർഡർ ഗ്രാസും പിന്നെ ആ ഒരു വെള്ള കളറിലെ ആ ഒരു ഇലയുടെ ഇങ്ങനെ ബോർഡർ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും പുല്ല് കാരണം നമുക്ക് കാണാനേ പറ്റുന്നില്ലായിരുന്നേ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഇതിപ്പം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് ആ ഡിഫറൻസ്. പിന്നെ കാനവാഴയിലെ പൂ കഴിഞ്ഞതും ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാടും ആ ഒരു ഇത് തരുന്ന ഫീല് തോന്നുന്ന ഇതൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഗാർഡൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഗാർഡൻ ക്ലീൻ ചെയ്യാൻ നമുക്ക് മനസ്സിൽ തോന്നും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.